ഹായ് ഫ്രണ്ട്സ്, ഒരു ശില്പി അതിമനോഹരമായ ഒരു ശില്പം നിർമ്മിക്കാൻ ഒരു കല്ല് തേടി കാട്ടിലൂടെ നടക്കുകയാണ്. ആ ശില്പി അങ്ങനെ നടന്ന് കാടിൻ്റെ ഉള്ളിലെത്തി. കാട്ടിലൂടെ നടന്ന് കുറച്ചും കൂടി ഉൾക്കാടുകളിലേക്ക് എത്തി. അപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ഒരു ശില്പത്തിന് പറ്റിയൊരു കല്ല് കാണുകയാണ്. ഉടനെ ആ ശില്പി കല്ലിനോട് ചോദിച്ചു, കല്ല്, നിന്നിൽ ഞാൻ അതിമനോഹരമായ ഒരു ശില്പം കാണും, നിന്നെ കൊത്തി ഞാൻ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ കല്ല് പറയും, അങ്ങ് കൊത്തുമ്പോൾ എനിക്ക് വേദനിക്കില്ലേ? ഉടനെ ശില്പി പറയും, ഉറപ്പായിട്ടും നിനക്ക് വേദനിക്കും, പക്ഷേ ശില്പം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നീ അതിമനോഹരമായ ഒരു ശില്പമായി മാറും. അപ്പോൾ ഉടനെ കല്ല് പറയും, എന്നാലും ആ വേദന സഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, വേദന ഇല്ലാത്ത രീതിയിലാണെങ്കിൽ ഞാൻ സമ്മതിച്ചാൽ. ഉടനെ ആ കല്ലിനെ ഉപേക്ഷിച്ച് ശില്പി വീണ്ടും ഒരു 4-5 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അടുത്ത ഒരു കല്ല് കാണും. ആ കല്ലിനോടും ഇതേ ചോദ്യം ആവർത്തിക്കും, കല്ല്, നിന്നിൽ ഞാൻ അതിമനോഹരമായൊരു ശില്പം കാണുന്നു, നിന്നെ ഞാൻ കൊത്തി രൂപാന്തരപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ വീണ്ടും ആ കല്ല് ചോദിക്കും, എനിക്ക് വേദനിക്കില്ല. ശില്പി പറയും, നിനക്ക് വേദനിക്കും, പക്ഷെ ശില്പം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നീ അതിമനോഹരമായ ഒരു ശില്പമായി മാറും, എല്ലാവരും ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ദേവൻ്റെയോ ദേവിയുടെയോ ശില്പം. അപ്പോൾ ഒരു ദേവിയുടെ ശില്പമാണ് എന്ന് വിചാരിക്കും. എന്തായാലും അതിനെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഞാൻ എല്ലാം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നല്ലൊരു അതിമനോഹരമായ ശില്പമായി മാറുമല്ലോ എന്ന ചിന്ത കല്ല് സറണ്ടറാവും. കല്ല് പറയും, ഞാൻ വേദന സഹിക്കാൻ തയ്യാറാണ്, എന്നെ കൊത്തി രൂപാന്തരപ്പെടുത്തിക്കോളം പറയും. ശില്പി അങ്ങനെ ആ കല്ലിനെ കൊത്തി രൂപാന്തരപ്പെടുത്തി അതിമനോഹരമായ ഒരു ദേവിയുടെ ശില്പമായി മാറും. ആ ശില്പം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ ശില്പത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അതിനടുത്ത് തന്നെ ഉണ്ടായ ഒരു മരച്ചുവട്ടിലേക്ക് ആ ദേവിയുടെ ശില്പം വെച്ച് അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ശില്പി അവിടെ നിന്ന് പോരും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലൂടെ പല ആൾക്കാരും ടൂറിസം എന്ന ഒരു അതിൻ്റെ ഭാഗമായിട്ടൊക്കെ പല ആൾക്കാരും വിനോദസഞ്ചാരികൾ അതിലൂടെ കടന്നുപോവുകയും മരച്ചുവട്ടിലിരിക്കുന്ന ഒരു ദേവിയുടെ ശില്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് മാല ചാർത്തുകയും അവിടെ വരുന്ന വെറുതെ കൈകൂപ്പി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായി. തുടർന്ന് പലരും അതിൽ കാണിക്കകളും നേർച്ചകൾ അർപ്പിക്കാൻ തുടങ്ങി. കാലക്രമേണ അതറിയപ്പെടുന്ന ഒരു മൂർത്തിയായി മാറി, ഒരു ദേവിയുടെ ശില്പമായി മാറി. അങ്ങനെ അവിടെ ഭാവിയിൽ പല വഴിപാടുകളും തുടങ്ങി. ഇന്ന സ്ഥലത്ത് വഴിപാട് നടത്തിയാൽ നമ്മളെ കാര്യം സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലേക്ക് നീ അങ്ങനെ തേങ്ങ ഉടക്കുന്നൊരു വഴിപാട് അവിടെ ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കുമ്പോൾ അവിടെ പലരും തേങ്ങ ഉടച്ചു അവിടെ കാര്യസാധ്യത്തിനായിട്ട്. ആ തേങ്ങ ഉടയ്ക്കാൻ ഉപയോഗിച്ച കല്ലെന്ന് പറയുന്നത് ആദ്യമേ ശില്പി കൊത്തി രൂപാന്തരപ്പെടുത്തിക്കോട്ടെ എന്ന് ഉപയോഗിച്ച കല്ലായിരുന്നു. ആ കല്ലിലാണ് കാലാകാലങ്ങളോളം ആളുകളുടെ ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിന് നേർച്ച വഴിപാട് നടത്തിയപ്പോൾ തേങ്ങ ഉടച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്, ഇതൊരു കഥയാണെങ്കിലും ഇതിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് വേദനകളും പ്രശ്നങ്ങളും, നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ സമയത്തുണ്ടാകുന്ന കുറച്ച് വേദനകളും പ്രശ്നങ്ങളും, അത് എത്ര ഡെപ്ത് ഉള്ളതായിക്കോട്ടെ, അതൊന്ന് സഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊന്ന് തരണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വരുന്ന വലിയ വിജയങ്ങളാണ് എന്ന് മനസ്സിലാക്കാതെ അന്നേരത്തെ വേദനകളെ ഫേസ് ചെയ്യാൻ നമ്മൾ ബുദ്ധിമുട്ടി വീണ്ടും പുറകോട്ട് പോകുമ്പോൾ മരണം വരെ, ജീവിതകാലം മുഴുവൻ വരെ നമ്മൾ വേദന സഹിച്ച് ജീവിക്കേണ്ടി വരും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആദ്യത്തെ കല്ല്. ആ ആദ്യത്തെ കല്ല് അന്നേരം ശില്പി കൊത്തി രൂപാന്തരപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് പിന്നീട് തുടർന്നുള്ള ലൈഫിൽ മുഴുവനും തേങ്ങേറിൻ്റെ വേദന സഹിക്കേണ്ടി വന്നു. അല്ലേ? ഇതൊരു നിസ്സാര കഥയാണ്. പക്ഷെ നമ്മുടെ ജീവിതം അതുപോലെയാണ്. പ്രശ്നങ്ങളില്ലാതെ നോ പെയിൻ നോ ഗെയിൻ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പക്ഷെ എന്നും ആ പ്രശ്നത്തിൽ തന്നെ തുടർന്ന് ജീവിക്കാൻ ഇടവരുന്നുള്ളത്. ആ പ്രശ്നത്തിൽ തന്നെ തുടർന്ന് ജീവിക്കാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം പ്രശ്നം പോകേണ്ടത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നല്ല, നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം പ്രശ്നം നീങ്ങണം. ചുറ്റുവട്ടത്ത് പ്രശ്നങ്ങളുണ്ടാവും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, ഫാമിലി പ്രോബ്ലം ഉണ്ടാവും, പരാജയബോധം ഉണ്ടാവും, ആത്മഹത്യ ചിന്ത ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ മനസ്സിൽ നിന്ന് ഈ ചിന്തകളെല്ലാം ആദ്യം തുടച്ചു നീക്കണം.
ആ മനസ്സിൽ നിന്ന് ചിന്തകൾ തുടച്ചിടണമെങ്കിൽ ആലോചിച്ചാലും ഒരു അന്തമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനെ ചിന്തിച്ചു കൂടണ്ട. ഇതെല്ലാം താൽക്കാലിക. എത്ര വീരശൂര പരാക്രമികളാണെന്ന് പറയുന്ന മനുഷ്യരും ഒരിക്കലും ഇവിടെ നിന്ന് പോകണം. അതുകൊണ്ട് ഇന്നൊരു ദിവസം ജീവിക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളെ ഓർത്ത് ആകുലപ്പെട്ട് ജീവിക്കാണ്ട് എന്താണ് എൻ്റെ ചിന്തകളിലെങ്കിലും ഒരു നന്മ. ഞാൻ ഇതൊക്കെ പറയണത് ഭീകരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണ്. ഞാൻ ആത്മഹത്യ 3 തവണ ശ്രമിച്ചു, നാട് വിട്ടുപോയി, കടക്കണി, ഇന്നത്തെ ഒരു 3 കോടിയെങ്കിലും വാല്യുള്ള ഒരു കടബാധ്യതയിലായിരുന്നു ഞാൻ പോയത്. ഇതൊക്കെ ഞാൻ പരാജയത്തിൽ തന്നെ കുറേ വർഷങ്ങൾ കടന്നുപോയതാണ്. അതിൽ നിന്ന് എൻ്റെ ചിന്തകളെ മാറ്റി ചിന്തിച്ചപ്പോൾ ഭയം, അതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് പോയപ്പോൾ ഭയമാണ് ഇതിനെല്ലാം കാരണം. എന്നാലും ഭയത്തെക്കുറിച്ച് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്ത് തന്നെയാണെങ്കിലും ഒന്നിനെക്കുറിച്ചും ആവലപ്പെടേണ്ട, ഭയപ്പെടേണ്ട. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പൈസ കൊടുക്കാനുള്ളവരെ തെറിയാക്കേണ്ടി വരും. അതിന് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. അവിടെ എന്താ നഷ്ടപ്പെടണം? നമ്മുടെ വില പോവും, അഭിമാനം പോവും, പേര് പോവും, പ്രശസ്തി പോട്ടെ, എല്ലാം പോട്ടെ, നമ്മൾ താഴട്ടെ. നമ്മൾ 0 ആണ്. 0 എന്ന് മാത്രമേ ഉയർച്ച വരുള്ളൂ. നമ്മൾ സറണ്ടറാണ്. നമ്മളുടെ അഹങ്കാരം വേണം. തനത്തിന് താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. നമ്മൾ അഹങ്കാരികളായതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നമ്മളെ താഴ്മ പഠിപ്പിക്കും പ്രശ്നങ്ങളിലൂടെ. ആ പ്രശ്നങ്ങളിലൂടെ താഴ്മ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉയർച്ചയായിരിക്കും. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.